ഉള്ളത് പറയുമ്പോൾ കള്ളന് തുള്ളൽ കയറുക എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ടല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കേരള സ്റ്റോറി 2 വന്നപ്പോൾ ആളുകളിപ്പോൾ ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിൽ പോകുന്നു, കോടതികളിൽ പോകുന്നു, പത്രങ്ങളിൽ, മാധ്യമങ്ങളിലെല്ലായിരുന്നു കേരള സ്റ്റോറി 2. അയ്യോ ഇതെന്തോന്നായത്. കേരളത്തിൽ ഈ സംഭവങ്ങളൊക്കെ നടന്നതാണ്. അതിൻ്റെ ഒരു ചിത്രീകരണം മാത്രമാണിത്. ഈ സംഭവങ്ങൾ നടന്നപ്പോൾ എല്ലാവരും കൂളായിട്ട് ഹിന്ദുക്കളല്ലേ, അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരുന്നു. പണ്ട് താലിബാൻകാർ ആ മുസ്ലിങ്ങളെ അവിടെ ചെയ്തിരുന്നപ്പോഴും അൽ-ഖ്വയ്ദ കാശ്മീർ താഴ്വരയിൽ പണ്ഡിറ്റുകളെ കൊന്നിടുമ്പോഴും അത് കണ്ട് സന്തോഷിച്ചിരുന്നത് പോലെ തന്നെ സന്തോഷിച്ചുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരുന്നു. എല്ലാവരും ആസ്വദിച്ചിരുന്നു എന്ന് പറയുന്നതാണ് ഹിന്ദുക്കളെ ഇങ്ങനെ വിട്ട്. കോതമംഗലത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ, കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് അവിടെ മുറിക്കകത്ത് അടച്ചിട്ടോളം മതം മാറ്റാൻ വേണ്ടി കുൽസിതമായിട്ടും ക്രൂരവുമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ നിസ്സംഗരായിട്ട് ഇങ്ങനെ ഇരുന്നു ആസ്വദിച്ചു. അങ്ങോട്ട് മാറ്റട്ടെ മാറ്റട്ടെ, എണ്ണം കൂടട്ടെ കൂടട്ടെ, അങ്ങനെ കൂടട്ടെ, ലക്ഷം ലക്ഷം പിന്നാലെ എന്നും പറഞ്ഞ് നമ്മൾ ആസ്വദിച്ചിരുന്നു. യഥാർത്ഥ മുസ്ലിങ്ങളല്ല, AP അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള വിവരമുള്ള മുസ്ലിങ്ങളല്ല, അല്ലാത്ത മുസ്ലിങ്ങളും കുറേ കമ്മികളും എല്ലാം കൂടെ കൂടിക്കൊണ്ടിത് ആസ്വദിച്ച് അങ്ങ് ആഘോഷിച്ചു. അതിനെക്കുറിച്ച് സിനിമ വന്നപ്പോൾ അതൊന്നും പാടില്ല, അത് നമ്മുടെ രാജ്യത്ത് വിഭജനം ഉണ്ടാക്കും, ഈ രാജ്യത്ത് പോളറൈസേഷൻ അല്ലെങ്കിൽ ധ്രുവീകരണം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഇവിടെയുള്ള സകലമാന ഹിന്ദുക്കളും ഫാഷിസ്റ്റുകളാണ്. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയെ നോക്കൂ, അതാണ് ജനാധിപത്യ മതേതരത്വ ഭരണഘടനയെ എല്ലാം അനുകരിക്കുന്ന, കോടതികളെ ബഹുമാനിക്കുന്ന സംഘടന. ഇതിപ്പരം മാതൃകാപരമായിട്ടൊരു സംഘടനയില്ലെന്ന് നെഹ്റൂവിയൻ സോഷ്യലിസ്റ്റ് സെക്യുലറിസ്റ്റ് മതേതരവാദിയായിട്ടുള്ള VD സതീശനാണ് സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിട്ട് കൊടുത്ത് തൻ്റെ ചങ്ങാതിയായിട്ട് കൂടാണ്. പുള്ളിക്ക് ജമാഅത്തെയും മാത്രമേ ഇസ്ലാമും വിശ്വാസമുള്ളൂ, മറ്റൊന്നിലും വിശ്വാസമില്ല, ഒന്നിലും BJPയിൽ വിശ്വാസമില്ല. അത് ജമാഅത്തെ എന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. നോക്കൂ, ജമാഅത്ത് ചെയ്തിട്ടുള്ള പാവങ്ങളുടെ കറ കഴുകിക്കളയാൻ സതീശൻ്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നണിക്കോ കഴിയുമോ? 15ാമത്തെ ഹിന്ദുവിനെയും കൊന്നു തള്ളിയിരിക്കുകയാണ് പുതിയ ഗവൺമെൻറ് ബംഗ്ലാദേശിൽ അധികാരത്തിലേറുന്നതുവരെ. അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബുദ്ധമതക്കാരും ജൈനമതക്കാരും എല്ലാം ഒന്നിച്ചു നിൽക്കുകയാണ്. എന്തുകൊണ്ട്? അവരുടെ കഴുത്തിനു മീതെ തല കാണില്ലെന്നുള്ള പേടി കൊണ്ട് ഒരുമിച്ച് നിൽക്കാൻ ബാധ്യസ്ഥരായി. ഈ ഐക്യം ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ കാണുന്നില്ലേ? ഗതികെട്ട് സുരക്ഷയുടെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഐക്യം ഇതൊന്നും കാണാതെ കൂപമണ്ഡൂകങ്ങളെ പോലെ ഈ ഒരു സിനിമ വന്നപ്പോൾ സിനിമയിൽ പറഞ്ഞിരിക്കുന്നതിലും എത്ര ഭീകരമാണ് നമുക്ക് ചുറ്റുമുള്ള സത്യങ്ങൾ, എത്രയോ ഭീകരമാണ്. ആ ഭീകരതയൊന്നും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ദോഷം. വാസ്തവത്തിൽ അതില്ല എന്നുള്ളതാണ്. എന്നിട്ടും പരാതിയുമായിട്ട് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നാണം കെട്ടവന്റെ ആസനത്തിൽ എന്താ പറയുക, ആല് കുരുത്താൽ അതും അവന് തണലായി മാറും എന്നുള്ള പഴഞ്ചൊല്ലുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചത്. അതായത് ഇപ്പൊ ബംഗ്ലാദേശിൽ 100 കണക്കിന് ഹിന്ദുക്കളെ വംശഹത്യ ചെയ്തു. ഹിന്ദു ക്ഷേത്രങ്ങൾ 100-110 വർഷം പഴക്കമുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ തല്ലി തകർത്തു. ആരെങ്കിലും ഇവിടെ മിണ്ടുന്നതോ ആരെങ്കിലും ഇതിനെതിരെ സംസാരിക്കുന്നതോ കേട്ടിട്ടുണ്ടോ? കാരണം ബംഗ്ലാദേശിൽ അത് ചെയ്തത് ജമാഅത്തെ ഇസ്ലാമികളാണ്. അവിടെ നിരോധിച്ച സംഘടനയായ ഭീകരരെന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഹസീന ജയിലിൽ പിടിച്ചിട്ട ആളുകളാണ് അത് ചെയ്തത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് മിണ്ടില്ല. അതിനെക്കുറിച്ച് മിണ്ടിയാൽ ഇവരുടെ അജണ്ട തെറ്റും. ഇവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഹിന്ദുക്കളെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് ഇവർ അംഗീകരിക്കും. മറ്റ് മതസ്ഥരെ കുറിച്ച് പറഞ്ഞാൽ അത് വിദ്വേഷം പകർത്തുന്നതായി, അന്യമതസ്ഥരെ നോവിക്കുന്നതായി. അതെന്താ, ഈ ചില വിഭാഗങ്ങളെ പറയുമ്പോൾ മാത്രമേ നോവത്തുള്ളൂ. ഹിന്ദുക്കളെ പറഞ്ഞാൽ നോവില്ലേ? 2019 കണക്കനുസരിച്ച് IS-ൽ ചേർന്ന ആളുകളുടെ എണ്ണം എടുക്കുമ്പോൾ 100 പേർ കേരളത്തിൽ നിന്നെന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത് അനുസരിച്ച് കേരള സ്റ്റോറിയുടെ പാർട്ട് 1-ൽ 32,000 പേരുടെ പേര് പറഞ്ഞു എത്രേ. അത് പിന്നീട് കോടതിയിൽ പോയപ്പോൾ കോടതി അതിനെ ചോദ്യം ചെയ്തു. പിന്നീട് അത് 3 ചുരുങ്ങിയത്. ഈ 3 എന്താ, നിങ്ങൾക്ക് സംഖ്യയല്ലേ? 3 എന്താ, സംഖ്യയിൽ പെടുന്നതല്ലേ? 3 സംഖ്യയാണ്. അരയായാൽ എന്തിനാണ് മതം മാറ്റുന്നത്? എന്തിനാണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പ്രണയത്തിന്റെ പേരിൽ നിങ്ങൾ എന്തിനു മതം മാറ്റുന്നു? സാർ, ഒരു ഉദാഹരണം പറയാം. എന്റെ വീടിനടുത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകൾ, അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള. അയാൾ കട്ട കമ്മ്യൂണിസ്റ്റുകാരനാ. കമ്മ്യൂണിസ്റ്റിന്റെ ആശയങ്ങൾ, അതിൽ ആ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അയാള് ഒരു മകളാണ്, കുട്ടി ഡാൻസ് പഠിക്കുന്നു, കാണാൻ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. അദ്ദേഹം ഒരു ഹോട്ടൽ തുടങ്ങുന്നു.
ഹോട്ടൽ തുടങ്ങിയതിന് ശേഷം ഇദ്ദേഹം ഈ പെൺകുട്ടി ഡിഗ്രിക്ക് എങ്ങാണ്ട് പഠിക്കുമ്പോൾ, ഡിഗ്രിക്കോ PGക്കോ ആണ്, എനിക്കത് അത്ര വ്യക്തമല്ല, പഠിക്കുമ്പോൾ അവിടെ കൊണ്ടിരുത്തുന്നു. അവിടെ ഒരു മതത്തിൽപ്പെട്ട ഒരു ആൺകുട്ടി വരുന്നു. ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഈ പെൺകുട്ടി ആ ചെറുക്കനോടൊപ്പം പോവുകയാണ്. പിന്നീട് നമ്മൾ അവളെ കാണുമ്പോൾ അവൾ ഫുള്ള് ബുർഗ ധരിച്ച് കണ്ണ് മാത്രമേ പുറത്ത് കാണാൻ പറ്റൂ, ബാക്കിയെല്ലാം അങ്ങ് മറച്ചിരിക്കുകയാണ്. നിങ്ങൾ പ്രണയിച്ച് നിങ്ങൾ ആ പെൺകുട്ടിയുമായി സന്തോഷത്തോടെ ജീവിച്ചോ. ഇനി എത്ര പെൺകുട്ടികളെ വേണമെങ്കിലും നിങ്ങൾ പ്രേമിച്ചോളൂ, പ്രണയിച്ചോളൂ, നിങ്ങൾ സന്തോഷമായി ജീവിച്ചോളൂ. നിങ്ങൾ എന്തിനാണ് ഈ പ്രണയത്തിന്റെ പേരിൽ മതം മാറ്റുന്നത്? അതാണ് ഇവിടുത്തെ ചോദ്യം. ബീഫ് വേണ്ടാത്തവരെ നിങ്ങൾ എന്തിനാണ് ബീഫ് നിർബന്ധിച്ച് കഴിക്കുന്നത്? അത് ആഹാര സ്വാതന്ത്ര്യമാണ്, ആരെന്ത് കഴിക്കണം എന്നുള്ളത്. അതിനെ നിങ്ങൾ എന്തിനാണ് നിർബന്ധിച്ച് കഴിക്കുന്നത്? 2018 മീശ നോവൽ എഴുതിയ ഹരീഷ്, മാതൃഭൂമി വാരികയിൽ മീശ നോവൽ എഴുതിയ ഹരീഷ് അമ്പലങ്ങളിൽ സ്ത്രീകൾ കുളിച്ച് പിന്നെ സാരിയും എടുത്ത് പോകുന്നത് അവിടുത്തെ പൂജാരിമാരെയും നമ്പൂതിരിമാരെയും അവിടുത്തെ പിന്നെ പൂജ ചെയ്യുന്ന ആളുകളെയൊക്കെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഇവിടെ ആർക്കും നൊന്തില്ല, ആർക്കും പൊള്ളിയില്ല. ഹിന്ദു സ്ത്രീകളെയും ഹിന്ദു സമൂഹത്തെ പറയുമ്പോൾ ആർക്കും നോവില്ല, ആർക്കും പൊള്ളില്ല. അതെന്താണ് അങ്ങനെ? മറ്റു സമുദായത്തെ പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ഇത്ര ചൊറിച്ചിലും ഇത്ര പ്രശ്നവും വരുന്നത്? നല്ലവരായ മുസ്ലിങ്ങളോടല്ല പറയുന്നത്. ചില അജണ്ടകൾ വെച്ച് നടപ്പിലാക്കുന്ന ചിലർ, ഈ മുസ്ലിങ്ങളല്ല കുഴപ്പക്കാർ, CPM-കാരാണ്. അതെ, CPM അല്ല സാർ. ഇത്തരത്തിൽ കുറെ അജണ്ടകൾ ഉണ്ടാക്കി വെക്കുന്ന കുറെ എണ്ണമുണ്ട്. ഉളുപ്പില്ലാത്ത നാണം കെട്ട കുറെ എണ്ണമുണ്ട്. അവരാണ് ഈ സിനിമയെ കുറിച്ച് ചിന്തിക്കാത്ത, ഇതിന്റെ ഉൾവശങ്ങൾ ഇങ്ങനെയാണെന്ന് ചിന്തിക്കാത്തവരെ ചിന്തിപ്പിക്കുന്ന അതെ ചിന്തിപ്പിക്കുന്ന കുറെ എണ്ണമുണ്ട്. ഈ ഹരീഷിനെ 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തു. ഹിന്ദു സ്ത്രീകളെ അപമാനിച്ച ഹരീഷിന് കൊടുത്ത കേരള സാഹിത്യ അക്കാദമി അവാർഡാണ്. അന്ന് ആരും ഇവിടെ ചോദ്യം ചെയ്തത് കണ്ടില്ലല്ലോ. അതെന്താ അന്ന് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാത്ത എന്താ? ഹിന്ദു സ്ത്രീകളെ കുറിച്ച്, ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിക്കുമ്പോഴും നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം? ആർത്തവത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ പ്രശ്നമുണ്ടായപ്പോൾ ഇത്തരത്തിൽ ഹിന്ദു സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ യോനിയുടെ പടവും വരച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ ആളുകൾ കാണിച്ചു കൂട്ടിയതിനെ എന്താ ആരും ചോദ്യം ചെയ്യാത്തത്? MF ഹുസൈനല്ലേ സരസ്വതി ദേവിയുടെ പൂർണ്ണ നഗ്നമായിട്ടുള്ള ചിത്രം എടുത്തു വെച്ച് അതിനെതിരെ എതിർപ്പ് നൊന്തില്ലേ? ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ ഇവിടെ ആർക്കും വേദനിച്ചില്ല. എന്തിനാ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ? ചുമ്മാ ഇരുന്നപ്പോ ജോസഫ് മാഷ് നിന്ന് എന്റെ കൈവെട്ടിക്കോ എന്ന് പറഞ്ഞു വെട്ടിയതാണോ? അദ്ദേഹം എഴുതിയ ഒരു കൈവെട്ടി കഴിഞ്ഞപ്പോ MA ബേബി അല്ല അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി, ഇന്നത്തെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി പറഞ്ഞ് അയാൾ ഒരു ഭ്രാന്തനാന്ന്. എന്താ കൈവെട്ടതാണ് നിങ്ങളുടെ ജോലിയാണ്? അദ്ദേഹത്തിന് ഒരു ചോദ്യ പേപ്പർ തയ്യാറാക്കാനുള്ള ഇവരുടെ ദൈവത്തിന്റെ ഒരു പേര് പരാമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ് ജോസഫ് മാഷ്. ജോസഫ് മാഷിന്റെ കാണുന്നില്ലേ? രൂപത എന്ന് പറഞ്ഞാൽ രൂപതാണെന്ന് പറഞ്ഞ് കളിയാക്കാനുള്ള ധൈര്യം ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഈ ഫാഷിസ്റ്റുകൾക്കെതിരെ ഒരു വാക്ക് പറയാനുള്ള ധർമ്മധൈര്യം ഇയാൾ കാണിച്ചില്ല? അതുപോലെ തന്നെയാണ് PC ജോർജ് പറയുന്നത്. PC ജോർജ് പറയുമ്പോൾ പലരും അത് പുച്ഛിച്ച് തള്ളും. PC ജോർജ് അങ്ങനെ പറയുകയാണ്, ഇങ്ങനെ പറയുകയാണ്, വിദ്വേഷം ഉണ്ടാക്കുകയാണ്, വർഗീയത. PC ജോർജ് പറഞ്ഞത് 2025 മീനച്ചൽ താലൂക്കിൽ നിന്ന് 40 പേര് ലവ് ജിഹാദിലോട്ട് പോയെന്ന്. അതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല. അദ്ദേഹം ആരോപിക്കപ്പെടുന്നതാണ്. പാലാ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല 100 പേർ കേരളത്തിൽ നിന്ന് തന്നെ പോയെന്ന് പറഞ്ഞു. ഈ പോയ നിമിഷ ഫാത്തിമയൊക്കെ എവിടെയാണ് സാർ? ആട് മേയ്ക്കാനായി കൊണ്ടുപോയ നിമിഷ ഫാത്തിമ എവിടെയാണ്? ഇവിടുന്ന് പോയ പലരെ അന്വേഷിച്ച് സത്യസരണിയിൽ അന്വേഷണ ഏജൻസികൾ വന്ന എന്തിനാണ് സത്യസരണി പൂട്ടിയത്? തിരുവനന്തപുരത്തെ ആർഷ വിദ്യാഭാരതത്തിലെ പെൺകുട്ടികൾ, അവരോട് ചോദിച്ചാൽ മതിയല്ലോ എന്താണ് ലവ് ജിഹാദ് എന്ന്. അവർ കൃത്യമായും വ്യക്തമായും പറഞ്ഞു തരുമല്ലോ. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുണ്ട് ഇതിന്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന കഥ എന്ന് പറയുന്നത് ഈ കേരള സ്റ്റോറിയേക്കാൾ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും. അച്ഛനും അമ്മയും 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവ വേദന അറിഞ്ഞ് പ്രസവിച്ച് മകളെ ഡോക്ടറാക്കി അമ്മ മരിച്ചിട്ട് ഒന്ന് കാണാൻ സമ്മതിക്കാത്ത മതത്തെയാണ് ഇവരൊക്കെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് ഈ തലത്തിലെത്തിക്കുന്നത്. ആ മതത്തിലുള്ള എല്ലാവരെയും അല്ല പറയുന്നത്. എല്ലാ മതത്തിലും അതിൻ്റെതായ നല്ലതും ചീത്തയും ഉണ്ട്. അത് ഹിന്ദു മതത്തിലുമുണ്ട്, ക്രിസ്ത്യൻ മതത്തിലുമുണ്ട്, മുസ്ലിം മതത്തിലുമുണ്ട്. ലവ് ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? അതാണ് ചോദ്യം. ലവ് ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് പ്രശ്നം? അതില്ലാതാക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു സാമൂഹിക വിപത്ത് ഉണ്ട് എങ്കിൽ അതിനെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ അതിന്റെ പേരിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ വേർതിരിക്കുന്നത് ജനങ്ങളെ? അത് തന്നെയാണ് ചോദ്യം. അതായത് ഇന്ത്യക്ക് നേരെ ഓരോ ഭീകരാക്രമണം നടത്തിയ ശേഷം പാകിസ്ഥാൻ അമർത്തുന്ന ഒരു ബട്ടൺ ഉണ്ട്, ഡെനിയൽ മോഡ്. ആ ഡെനിയൽ മോഡിലാണിപ്പോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും VD സതീശനെ പോലുള്ളവർ അങ്ങനൊന്നും ഇല്ല എന്ന് പറയുന്നത്. ലവ് ജിഹാദ് ഇല്ല, പോലീസ് അന്വേഷിച്ചു ഉറപ്പുവരുത്തി.
അതെന്താണെന്നറിയാവോ? ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു ക്രൈം ഇന്ത്യൻ പീനൽ കോഡിലില്ല, ഭാരതീയ ന്യായശാസനയിലില്ല. മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം എന്നൊരു സാധനമുണ്ട്. അത് മാത്രമേ ഉള്ളൂ, ലവ് ജിഹാദ് ഇല്ല. നിർബന്ധിത മതപരിവർത്തനം എത്ര ക്രൂരമാണെന്ന് കോതമംഗലത്തെ ക്രിസ്ത്യൻ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് മുറിയിൽ അടച്ചുകൊണ്ട് ആ താലിബാനികളെ പോലെ ക്രൂരമായിട്ട് അവിടെ ഇട്ട് പീഡിപ്പിച്ച് കൊന്ന ആൾക്കാർക്ക് നമ്മൾ കണ്ടതല്ലേ? ഒരൊറ്റയാളും അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ലല്ലോ. കോളേജ് മുഴുവൻ കേരള സ്റ്റോറിയിലെ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന രംഗം കണ്ടിട്ട് വല്ലാത്തൊരു പ്രശ്നമുണ്ടായി. SFI ഇന്ന് പിന്നെ കേരളത്തിലെ കോളേജ് മുഴുവൻ പൊറോട്ടയും ബീഫും. നാണമുണ്ടോ നിനക്കൊക്കെ? സ്വന്തം കൂടെ പ്രവർത്തിച്ച് സഹപ്രവർത്തകയ്ക്ക് വയറ്റിലുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ നേതാക്കന്മാരുള്ള SFI സ്വന്തം അധ്യാപകനെ റീത്ത് വെച്ച കുഴിമാടം ഉണ്ടാക്കിയ SFI പറയുകയാണ് ഞങ്ങൾ ഇതിനെതിരെ. നിനക്കൊക്കെ എന്ത് യോഗ്യതയാണ്? ആദ്യം സ്വയം ചിന്തിക്കും, നിനക്കൊക്കെ എന്ത് യോഗ്യതയുണ്ട്? MN വിജയന്റെ വീടിന് മുമ്പിൽ റീത്ത് വെച്ച ഇവര് നാളെ ഈ പശുവിന്റെ മാംസമാണ് ഇന്ന് തീറ്റിക്കുന്നതെങ്കിൽ നാളെ മനുഷ്യന്റെ മാംസവും തീറ്റിക്കും. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 52 വെട്ടി അതിക്രൂരമായി കൊലപ്പെടുത്തിയ പാർട്ടിക്കകത്തുള്ളവന്മാർ പറയുകയാണ് ഞങ്ങൾ കേരള സ്റ്റോറിക്കെതിരെ അങ്ങ് പിന്നെ പ്രതിഷേധം ഉണ്ടാക്കാൻ പോകുന്നു, കേരളത്തിലുടനീളം ബീഫ് ഉണ്ടാക്കാൻ പോകുന്നു. എമ്പുരാൻ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, കേരള സ്റ്റോറിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. എമ്പുരാൻ നരേന്ദ്രമോദിയെ കുറിച്ചും കേരള സർക്കാരിനെ ഭാരത സർക്കാരിനെ കുറിച്ചും BJPയെ കുറിച്ചും വിമർശിക്കുമ്പോൾ അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം. സത്യം വിളിച്ചു പറയുന്നത് കേരള സ്റ്റോറിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം പാടില്ല. അത് പാടില്ല. അത് കാണുമ്പോ, കാരണം സത്യം കാണുമ്പോ ഞെട്ടിത്തെറിക്കും. അത് തന്നെയാണ് ഇവർക്ക്. വെളിച്ചം കാണുമ്പോ ചിലരൊക്കെ ഞെട്ടും. വെളിച്ചം വരുമ്പോ തമസോമാ ജ്യോതിർഗമയ എന്ന് പറയുന്നത് പോലെ ആ വെളിച്ചമാണ് വരുന്നത്. ആ വെളിച്ചം വിളിച്ചു പറയുക തന്നെ ചെയ്യും. എത്ര മൂടി വെച്ചാലും അതിൽ കിടന്ന് കൊരച്ചിട്ടോ കിടന്ന് ചൊറിഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. നിങ്ങൾ ഇനി എത്ര വിളിച്ചു കൂവിയാലും നിങ്ങളുടെയൊക്കെ എത്ര വാചകം അടിക്ക് മുന്നിലും സത്യം സത്യമായി തന്നെ നിൽക്കും. ലവ് ജിഹാദ് ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുന്നത് വരെ നമ്മളെ പോലുള്ളവർ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ കാളക്കുട്ടിയെ വെട്ടി ഇറച്ചി വെച്ച് കൊടുത്തല്ലോ നമ്മൾ പണ്ട്, ആഹാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് ഒന്ന് പറയുകയാണ്, നിങ്ങൾ എത്ര കാളക്കുട്ടികളെ ആയാലും പശുക്കുട്ടികളെ ആയാലും വെട്ടിയാലും, എത്ര മനുഷ്യരുടെ തല വെട്ടിയാലും ശരി, ഈ പറയുന്ന തമസോമ ജ്യോതിർഗമയ എന്ന് പറയുന്ന ജ്യോതിസ് വരും. നിങ്ങൾ ഞെട്ടും, ഞെട്ടിത്തരിക്കും, പോയി ഒളിക്കേണ്ടി വരും നിങ്ങൾക്ക്. അത് തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് പറയാറുണ്ട് മറ്റുള്ളവന്റെ അടുക്കളയിൽ എത്തി നോക്കരുത്, ആഹാരം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അവനവന് ഇഷ്ടമുള്ളത് വേണ്ട, വിശപ്പടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. വിശപ്പടക്കാൻ ആഹാരം നിങ്ങൾ നോക്കൂ. ചില സ്ഥലങ്ങളിൽ കേരളത്തിൽ തന്നെ, ഇന്ന് ഈ ജീവിക്കുന്ന കേരളത്തിൽ പോയി നോക്കൂ, കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. സാധാരണക്കാർ പട്ടിണി കിടക്കേണ്ടി വരികയാണ്. അന്യ സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നവർ എന്തുകൊണ്ട് കടകൾ അടച്ചിരിക്കുന്നു? ഒരു വിഭാഗത്തിന്റെ വിശ്വാസം അനുസരിച്ച് അതുവരെ അവിടെ പറ്റുവരവ് നടത്തി ഈ കടകൾ നടത്താൻ വേണ്ട വരുമാനവും ആസ്തിയും നൽകിയിരുന്ന ആൾക്കാർ മറ്റു കടകളും അടപ്പിച്ച ആൾക്കാരെ പട്ടിണി. മറ്റുള്ളവർ ആഹാരം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പോലെ ജീവൻ നിലനിർത്താനുള്ള ആഹാരം കഴിക്കാൻ അവർക്കുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ നിഷേധിക്കുകയല്ലേ? ആരാണ് ഇവിടെ മിണ്ടുന്നത്? ഒരൊറ്റ ഒരുത്തിന് ധൈര്യമുണ്ടോ അത് പറയാൻ? ഇതൊക്കെ നമ്മൾ ചുറ്റും കാണുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ. പിന്നെ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങൾ ഈ ഫാഷിസം എന്നുള്ള വാക്ക് പറയാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. ഫാഷിസത്തിന്റെ പിന്തുണയ്ക്കുന്നവരാണ് നിങ്ങൾ. ഫാഷിസത്തെ പിന്തുണയ്ക്കുന്നവരും അതിനെ ആലിംഗനം ചെയ്യുന്നവർ, പരിരംഭണം ചെയ്യുന്നവരാണ് നിങ്ങൾ. അതെ, അതുകൊണ്ട് ഉളുപ്പില്ലായ്മ ഇല്ലാത്തത് നിങ്ങൾക്കാണ്, അത് കേരള സ്റ്റോറി എടുത്തവർക്കല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തും. പിന്നെ അല്ല.